ഹായ്, എല്ലാവർക്കും സുഖമില്ലേ? ഇന്ന് എനിക്ക് ഈ വീഡിയോ ഇടണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാനിന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് മാത്രമാണ്. ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. എൻ്റെ പേര് ഷാജഹാൻ കുടപ്പനമൂടാണ്. ട്രിവാൻഡ്രം ജില്ലയിൽ അമ്പൂരി എന്ന ഒരു കൊച്ചു ഗ്രാമത്ത് കുടപ്പനമൂട് എന്ന സ്ഥലത്തുള്ള ഒരു ഷാജഹാനാണ്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പിന്നെ അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. എങ്കിലും പിന്നെയും ഞാൻ ഒരുപാട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് വരെ ഇടാത്തൊരു സംഭവമാണ് ഞാൻ ഇന്നിടുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കാരണം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്നുള്ളത് ചെറിയ സംഭവമല്ല, വലിയ സംഭവം. കാരണം അത് നമ്മൾ അത്രയ്ക്ക് വിശ്വസിച്ച് കയറി പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. കാരണം ഞാൻ പഴയ ലൈവും വെള്ളയുടെ CHSCയെക്കുറിച്ചും നെയ്യാറ്റിൻകരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്ത് നമ്മൾ കയറി പോകുമ്പോഴും കാരണം വിശ്വസിച്ചാണ് പോയി കയറുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ്. കാരണം ഇന്ന് വരെ ഞാനിങ്ങനെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇന്ന് ഞാൻ പോയപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. കാരണം 2 CT സ്കാനിൻ്റെ മിഷൻ കംപ്ലൈൻ്റാണ്. തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച SSBയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ 2 ലിഫ്റ്റ് കംപ്ലൈൻ്റാണ്. പക്ഷേ ഇതെല്ലാം കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അവിടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴത്തേക്കും നിസാറുദ്ദീൻ സാറിനെ, ഡോക്ടർ നിസാറുദ്ദീൻ, ആ പുള്ളിയെ ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ ഇല്ലയോ എന്നറിയില്ല. എൻ്റെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം പുള്ളി സൂപ്രണ്ടായിരുന്ന സമയത്തും അതുപോലെ തന്നെ ഡോക്ടർ ഷർമദ്, കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ മോഹൻദാസ് സാർ ഇരുന്ന സമയത്തൊക്കെ ഓക്കെയാണ്. ഇപ്പോഴത്തെ സൂപ്രണ്ടിനെയും കുറ്റം പറയുന്നതല്ല. കാരണം നിസാറുദ്ദീൻ സാർ ഇരുന്നപ്പോൾ വല്ലാത്തൊരു നല്ല രീതിയിൽ, കാരണം പല മാധ്യമങ്ങളും മോശമായ രീതിയിൽ പുള്ളിയെക്കുറിച്ച് മോശമായിട്ട് തന്നെ, കാരണം ഗുണ്ട വിളയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മെഡിക്കൽ കോളേജിനകത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ അന്ന് പാസ് കൊടുത്തിട്ട് 6 മണിക്ക് ശേഷം പാസ് കൊടുത്ത് കയറി പോകാൻ പറ്റും. പക്ഷേ അത് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തത് നിസാറുദ്ദീൻ സാറ് ഇരുന്ന സമയത്താണ്. കാരണം മൊബൈൽ മോഷണം, മാല മോഷണം, പിന്നെ അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ, നമുക്ക് ഈ പറയാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ ഈ മെഡിക്കൽ കോളേജിനകത്തുണ്ട്. പക്ഷേ ഇതെല്ലാം ഡോക്ടർ നിസാറുദ്ദീൻ സാറ് സൂപ്രണ്ടായിട്ടിരുന്ന സമയത്ത് പുള്ളി വളരെ 100%, നിസാറുദ്ദീൻ സാറായിരുന്നാലും ഷർമ സാറായിരുന്നാലും മോഹൻദാസ് സാറ് ഇരുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന് ചാർജ് എടുത്ത സൂപ്രണ്ടായി ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ അതിനകത്ത് ഇപ്പോൾ മൊത്തത്തിൽ ഈ CT സ്കാൻ കംപ്ലൈൻ്റാണ്. അതിൽ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറേ ലിഫ്റ്റുകളുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ അടുത്തുള്ള ഒരു ബഹുമാനം എനിക്ക് അത്രയേ ഉള്ളൂ. കാരണം സ്റ്റാഫുകൾ പോലും പുള്ളി ഉള്ള സമയത്ത് വളരെ സേഫ്റ്റി ആയിരുന്നു, വളരെ പ്രൊട്ടക്ഷനായിരുന്നു. കാരണം കള്ളു കുടിച്ചുകൊണ്ട് പോയി പ്രശ്നം ഉണ്ടാക്കുക, അകത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തന്മാരെ പ്രശ്നം ഉണ്ടാക്കുക. പക്ഷേ ഇതെല്ലാം പുള്ളി വന്നതിന് ശേഷം ഒരു നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആര് സൂപ്രണ്ടായിക്കോട്ടെ, ഇനിയിപ്പോൾ നിസാറുദ്ദീൻ സാറ് തിരിച്ച് വരണമെന്നില്ല, നമ്മളിപ്പോൾ ഇരിക്കുന്ന സൂപ്രണ്ടായിരുന്നാലും ആരായിരുന്നാലും, കാരണം പഴയതുപോലെ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് പോയില്ല എങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജ് നാശത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ജനങ്ങൾ വല്ലാത്ത രീതിയിൽ വല്ലാത്ത സങ്കടമുണ്ട് എനിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു 18-19 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിൽ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓരോന്ന് കാണും. CT ആയിരുന്നാലും MRI ആയിരുന്നാലും, അതുപോലെ തന്നെ MRIക്കകത്തുണ്ടായിരുന്ന ഒരു CT സ്കാൻ പോലും കംപ്ലൈൻ്റ് ആയിട്ട് ഇതുവരെ അത് സെറ്റായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2 CT സ്കാന് പോലും കംപ്ലൈൻ്റ് ആയിട്ട് പോലും ബഹുമാനപ്പെട്ട സർക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഷാജഹാൻ ആരെയും പേടിക്കാനൊന്നുമില്ല, ഷാജഹാൻ പേടിക്കുന്ന ഒരാളുമില്ല. പിന്നെ മാറി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും നിങ്ങൾ മത്സരിക്കുന്നു. ഇന്ന സീറ്റ് ഇന്നതുകൊണ്ടാണ് പോയത്, പിന്നെ അവിടെ പോയി, തൃശ്ശൂർ പോയി, ഇതൊക്കെ ചർച്ച ചെയ്യണ സമയം കൊണ്ട് നിങ്ങൾക്കൊക്കെ മര്യാദയ്ക്ക് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്തുള്ള നിങ്ങൾ എത്ര പേരുണ്ട്?
അപ്പം നിങ്ങൾക്കൊക്കെ നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ എന്തുകൊണ്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല? കാരണം ഓരോ പേഷ്യൻറ്റും വന്ന് പെൻഡിങ്ങിൽ കിടക്കുന്ന എത്രയോ വെന്റിലേറ്റർ കേസ് ഉണ്ടെന്നറിയാമോ? അപ്പം നമ്മുടെ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ട ആരാണ്? സർക്കാരാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു, ഇതാ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ആ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഗണിച്ചില്ല എങ്കിൽ 100% ഞാൻ പറയുന്നു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പേ ഇനിയിപ്പം ഞാൻ മരിക്കേണ്ട വന്നാലും ഞാൻ കിടന്നിരിക്കും. അവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല. പിന്നെ പോലീസ് എന്നെ എടുത്തുകൊണ്ട് പോയാൽ ആ സ്റ്റേഷനകത്ത് കിടന്ന് ഞാൻ മരിച്ചിരിക്കും. തല അടിച്ചെങ്കിലും ഞാൻ ചാവും. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അടിയന്തരമായിട്ട് തന്നെ പരിഗണിക്കുക. CT സ്കാന്, ബാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഞാനിപ്പോൾ ഓരോന്നും എടുത്ത് പറയുന്നില്ല. ഓരോന്നും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാടായിപ്പോൾ. അപ്പോൾ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അടിയന്തരമായി പരിഗണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പം അവിടെ പോലും കാണാനില്ല യഥാർത്ഥത്തിൽ. ആദ്യം നാടൊക്കെ ഒരുപാട് സമയം പെട്ടെന്ന് വരുമായിരുന്നു. ഇപ്പം ഇലക്ഷൻ വരും, തോൽക്കും, ജയിക്കും, അതൊക്കെ വേറെ. അതിനകത്ത് ഞാൻ പലരോടും ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരോ MLA-മാരുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പഴയതുപോലെ മെഡിക്കൽ കോളേജ് ഈ നിസാറുദ്ദീൻ സാർ ഇരിക്കുന്ന സമയം, ശർമ്മ സാർ ഇരിക്കുന്ന സമയം, മോഹൻദാസ് സാർ ഇരിക്കുന്ന സമയം പോലെ ഇപ്പോഴും പുതിയ സൂപ്രണ്ടിനെ എല്ലാം കുറ്റം പറയുന്നത്, എടുത്തെടുത്ത് പറയുന്നത് എന്തെന്നറിയാമോ? അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പിന്നെ നമ്മുടെ MRI സ്കാനിങ്ങിലുള്ള ഒരു സ്റ്റാഫിനെ കയറി അടിച്ചു വരുന്നത്. പക്ഷെ അവിടുത്തെ വിഷയങ്ങളൊക്കെ, കാരണം പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, സർക്കാർ മനസ്സിലാക്കണം. അതിന് പരിഹാരം സർക്കാരാണ്. ഇത് പറയുന്നത് ഷാജഹാൻ കുടപ്പനമോടാണ്. ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കി കണ്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് നിങ്ങൾ മുമ്പോട്ട് നിന്നാൽ, ഇനി അടുത്ത് നിങ്ങൾ മത്സരിച്ചാലും, കോൺഗ്രസ് മത്സരിച്ചാലും, BJP മത്സരിച്ചാലും ജനങ്ങൾ തീരുമാനിക്കും ആരെ ജയിപ്പിക്കണം. അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു, നന്ദി, നമസ്കാരം. അടിയന്തരമായിട്ട് തന്നെ ആ 2 CT സ്കാൻ. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പെട്ടെന്ന് ഓടിപ്പോകുന്ന നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ CT സ്കാൻ എത്ര രൂപയെന്നറിയാം. അതുപോലെ തന്നെ CT ആൻജോ, അതുപോലെ സംഭവത്തിന് ഇപ്പം മെഡിസിൻ പോലും സർക്കാർ കൊടുക്കുന്നില്ല. CT ആൻജോയ്ക്ക് വരുന്നത് 4500, 5000, 6000 രൂപയാണ്. ആ സർക്കാർ അടിയന്തരമായിട്ട് പരിഗണിച്ചുകൊണ്ട്, കാരണം മെഡിക്കൽ കോളേജ് ഓടി വരുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ ചിലർക്ക് RFC കാർഡ് ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ചിലപ്പോൾ കാഷ്വാലിറ്റി വരുമ്പം പിന്നെ അഡ്മിറ്റായ പേഷ്യൻറ്റിന് വെയിറ്റിംഗ് ആവും. ഇവർ കരഞ്ഞുകൊണ്ട് പുറത്തു പോകുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. അടിയന്തരമായിട്ട് ഒരു 15 ദിവസത്തിനകത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ ഷാജഹാൻ കുടപ്പനമോട് അമ്മയും കുഞ്ഞും പ്രതിമയുടെ ഫ്രണ്ടിൽ തന്നെ, അതുപോലെ തന്നെ SIT-യിലും കുറേ പ്രശ്നങ്ങളുണ്ട്, SSB-യിലും കുറേ പ്രശ്നങ്ങളുണ്ട്, മൾട്ടിയിലും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ അമ്മയും കുഞ്ഞും പ്രതിമയുടെ ഫ്രണ്ടിൽ തന്നെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിലേക്ക് കിടക്കുകയും ചെയ്യും. ഈ പോലീസ് എന്നെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുള്ളവനാണ്. ഒന്നിനെയും ഞാൻ പേടിക്കില്ല. പിന്നെ ജനിച്ച ഒരു പ്രാവശ്യം മരിക്കണം, അത് ഇൻഷാ അല്ലാഹ് പടച്ചോൻ വിളിക്കുമ്പോൾ ഞാൻ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ആരെടുത്തുകൊണ്ട് പോയിരുന്നു ഒരു പ്രശ്നത്തിൽ പേടിച്ചോ അല്ല സംസാരിക്കുന്നു. ഇത് എൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തർ ജയിപ്പിച്ച് വിടുന്ന കാര്യം നമ്മളെ അവർ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിലാണ്. പക്ഷെ അവരും സംരക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഞാനൊരു ജനപ്രതിയായിട്ട് ഇരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാരും ഇല്ല, ഒരു മെഡിക്കൽ കോളേജും ഇല്ല, ഒന്നും. നമ്മുടെ ഏറ്റവും വലിയ വിഷയമാണ് ഈ ഹോസ്പിറ്റൽ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട സൂപ്രണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നിസാറുദ്ദീൻ സാറ് ചിലപ്പോൾ ഇത് കേൾക്കുമായിരിക്കും. പക്ഷെ പുള്ളി ഇപ്പോൾ ഒന്നിലും ഇല്ലാതെ മാറി ഇങ്ങനെ നിൽക്കും പോലെ നിൽക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശർമ്മ സാറ്, പിന്നെ മോഹൻദാസ് സാറ് പെൻഷനായി എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആദ്യമായിട്ട് ഇടുന്ന പോസ്റ്റാണ്. ഇതെൻ്റെ തുടക്കം മാത്രമാണ്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിനകത്ത് ഷാജഹാൻ കുടപ്പനമോട് കേരളില്ലെന്ന് ഒരുത്തനും പറയില്ല, പറഞ്ഞാൽ അന്ന് അവസാനം പറയും. ഷാജഹാൻ ആരെയും ഓച്ചാനിച്ചല്ല ജീവിക്കുന്നത്, ഓശാരം കൊണ്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട്
അടിയന്തരമായിട്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. കാരണം മെഡിക്കൽ കോളേജിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.